പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിളംബരമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിളംബരം ആർക്കും അലോസരം സൃഷ്ടിക്കാതെ, ഒരു പ്രയാസവും സൃഷ്ടിക്കാതെ, നിങ്ങളെല്ലാവരും ഇത് പറയുവീൻ എന്നില്ലാതെ, ഇഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആഹ്വാനമില്ലാതെ, വഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രത്യേകം നിർദ്ദേശമില്ലാതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വാസികൾ ഓരോരുത്തരും സ്വയം പറയുകയാണ്. ബാങ്കിലും ഉച്ചത്തിൽ ഇത് പറയുകയാണ്. ഈ ഉച്ചത്തിൽ പറയുന്ന വാചകമാണ് ഇസ്ലാമിൻ്റെ വിളംബരം. നമുക്കറിയാവുന്നതുപോലെ നബി എന്ന് പറയുമ്പോൾ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദ്യോഗിക പദവിയെയും ആ പദവിക്ക് നിദാനമാകുന്ന സ്ഥാനത്തെയും കുറിക്കുന്ന ശബ്ദമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ യഹ്യ ഇബ്നു അഖ്സം എന്ന ജാഹിലിയ്യത്തിലെ ചിന്തകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ദൂതന്മാരെ വിട്ട സംഭവം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ദൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നത്, യഹ്യ ഇബ്നു അഖ്സം ചോദിക്കുന്ന ചോദ്യമായി അവതരിപ്പിക്കുന്നത് മൻ അന്ത വമാ അന്ത എന്നാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്? ആരാണ് എന്താണ് തന്നെയാണല്ലോ ചോദ്യം. ഇത്തരം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ചോദ്യം നിങ്ങൾ ആരാണ്, എന്താണ് എന്നു തന്നെയാണ്. ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്, അമ്മാ മൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് എന്ന നിലയിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അമ്മാ മാ അന്ത, നിങ്ങൾ എന്താകുന്നു എന്ന ചോദ്യം, അന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ച ദൂതരാകുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗിക വ്യക്തിത്വം. ഈ വ്യക്തിത്വത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ഉയർത്തിപ്പിടിക്കുകയാണ് ഇസ്ലാമിൻ്റെ കലിമയിൽ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്യത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. 5 നേരത്തെ ബാങ്കുകളിൽ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഈ വിളംബരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗികമായ ഈ വ്യക്തിത്വത്തെയും സ്ഥാനത്തെയും ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് ഇസ്ലാമിൻ്റെ വിളംബരം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിളംബരമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിളംബരം ആർക്കും അലോസരം സൃഷ്ടിക്കാതെ, ഒരു പ്രയാസവും സൃഷ്ടിക്കാതെ, നിങ്ങളെല്ലാവരും ഇത് പറയുവീൻ എന്നില്ലാതെ, ഇഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആഹ്വാനമില്ലാതെ, വഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രത്യേകം നിർദ്ദേശമില്ലാതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വാസികൾ ഓരോരുത്തരും സ്വയം പറയുകയാണ്. ബാങ്കിലും ഉച്ചത്തിൽ ഇത് പറയുകയാണ്. ഈ ഉച്ചത്തിൽ പറയുന്ന വാചകമാണ് ഇസ്ലാമിൻ്റെ വിളംബരം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗഹീദിനെ എങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുവോ, തൗഹീദിനെ എത്ര പ്രധാനമാക്കുന്നുവോ, തൗഹീദിനെ എത്ര അടിസ്ഥാനപരമാക്കുന്നുവോ അത്ര തന്നെ അടിസ്ഥാനപരമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് എന്ന് പറയുന്ന ആ മഹാദൗത്യവും എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. തൗഹീദും റിസാലത്തും ആഖിറത്തും തന്നെയാണ് പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാനം. എക്കാലത്തും അല്ലാഹു തആല നബിമാരയച്ചപ്പോഴെല്ലാം, മുർസലീങ്ങൾ അയച്ചപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് നൽകിയിട്ടുള്ള സന്ദേശം അല്ലാഹുവിൻ്റെ തൗഹീദും അവരിലേക്ക് അയക്കപ്പെട്ട ദൂതരുടെ റിസാലത്തും, ഈ റിസാലത്തും തൗഹീദും അംഗീകരിച്ചവർക്ക് എന്താണ് നൽകുന്നത് എന്ന അള്ളാഹുവിൻ്റെ സുവാർത്തയും, അത് നിരാകരിക്കുന്നവർക്ക് എന്താണ് എന്ന് അല്ലാഹു തആല നൽകുന്ന താക്കീതും വഈദും, ഇത് തന്നെയാണ് ഏതു കാലത്ത് വന്ന റസൂലുമാരും ഏതു കാലത്ത് വന്ന മുർസലീങ്ങളുടെയും ആശയം. ഈ റിസാലത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗികമായി അള്ളാഹുവിൻ്റെ ഏക റസൂലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുന്നതിന് പകരം
അള്ളാഹുവിൻ്റെ ഔദ്യോഗിക റസൂലായി അള്ളാഹു ഔദ്യോഗിക രംഗങ്ങളെല്ലാം രേഖപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന അള്ളാഹു തആലാന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാന സൃഷ്ടിയായ ഗംഭീര സൃഷ്ടിയായ അർശ് എന്ന മഹാഗോളത്തിൻ്റെ തൂണിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്താണ് രേഖപ്പെടുത്തിയതെന്ന് നമ്മൾ അറിയും. ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനവധി പ്രവാചകന്മാരും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ എല്ലായിടത്തും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്യത്തോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. 313 മുർസലീങ്ങളിലെ ആ 313 മുർസലീങ്ങളുടെ പേരും വെച്ച് അവരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സ്വർഗത്തിലെ ഒരു തൂണിലുമില്ല. സ്വർഗത്തിൽ എവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും സ്വർഗത്തെ കണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരമറിയിച്ചത്, സ്വർഗത്തെ ദർശിച്ച പ്രത്യേകം അറിയിപ്പ് നൽകാൻ അള്ളാഹു നിയോഗിച്ച ജിബ്രീൽ അലൈഹിസ്സലാം വിശേഷിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്യവും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന റിസാലത്തിന്റെ വാക്യവുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദ്യോഗിക റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിൻ്റെ റിസാലത്തിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി, സജ്ജരാക്കുന്നതിന് വേണ്ടി, ആ സന്ദേശം ജനതയ്ക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ മുർസലീങ്ങളെല്ലാം നിയോഗിച്ചയച്ചിട്ടുള്ളതും അവരെല്ലാവരും അവരുടെ അതതു കാലത്തെ ജനതയെ സംസ്കരിക്കുന്ന ദൗത്യത്തോടൊപ്പം പ്രധാനമായി അവരെ സുവിശേഷം അറിയിച്ചിട്ടുള്ളതും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനമാണ്. ഈ ആഗമന വിവരം സുവിശേഷം അറിയിക്കപ്പെട്ടത് 1,00,000-ഓളം പ്രവാചകന്മാർ വന്നിട്ടുള്ള ബനൂ ഇസ്രായേലിൽ വിശേഷിച്ച് ജൂത വിഭാഗത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു. ജൂത പുരോഹിതന്മാരും ജൂത സന്യാസിമാരും പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി സൂക്ഷിച്ചു വന്നിരുന്നവരായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോടാകട്ടെ അത് ഏറ്റുവാങ്ങാനും അത് മനസ്സിലാക്കാനും പറ്റുന്ന വിധം ഒരനുയായികൾ അവർക്കുണ്ടായില്ലല്ലോ. ബഹുമാനപ്പെട്ടവർക്ക് ശരിക്കും വന്നത് ബഹുമാനപ്പെട്ടവർ ജൂതന്മാരെന്ന ബനൂ ഇസ്രായേലിലേക്കാണ്. അവരദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അദ്ദേഹത്തെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അവർ ചെയ്തത്. അവരോടുള്ള കർക്കശമായ മത്സരത്തിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിടത്തോളം ജീവിച്ചത്. അവർക്കാകെ ലഭിച്ചിട്ടുള്ള അനുയായികൾ വളരെ കുറഞ്ഞ അനുയായികൾ മാത്രമാണ്. വിശ്വസിക്കാവുന്ന അനുയായികൾ അപ്പോസ്തലന്മാരെന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഹവാരിയൂന എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള അവർ മാത്രമാണ് പരിമിതർ. അപ്പം അവർക്ക് ലഭിച്ചില്ലെങ്കിലും, ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ ലഭിച്ചില്ലെങ്കിലും, ജൂത വിഭാഗത്തിന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സുവിശേഷം എമ്പാടും അറിയാം. ആ വിശേഷങ്ങൾ അറേബ്യൻ ജാഹിലിയത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലുള്ള അറബികൾ, അവരിലേക്കാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കപ്പെടുന്നത്. അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ വേദമായ ഖുർആനുമായി വരുമ്പോൾ ആ ഖുർആനിൻ്റെ ഭാഷ അവർക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല അറബി ഭാഷയുടെ ശുദ്ധ ഭാഷ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി സംസാരിപ്പിച്ചത്. ലോകത്തെ വേദങ്ങളുടെ 2 ഭാഷകൾ, ഒന്ന് ഹിബ്രു ഭാഷയും ഒന്ന് അറബി ഭാഷയും, 2 ഭാഷകളാണ്. ഹിബ്രു ഭാഷ എന്നതാണ് തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും സബൂറിൻ്റെയും ഒക്കെ ഭാഷ. ആ ഭാഷ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേക സമയത്ത് ഫലസ്തീനിലേക്കുള്ള യാത്രക്കിടയിൽ, അവിടത്തേക്കുള്ള പലായത്തിനിടയിൽ വഴിയിൽ ജോർദാൻ നദി വിട്ടുകിടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയായി നൽകിയിട്ടുള്ളതാണ്, മനസ്സിൽ അങ്കുരിപ്പിച്ചിട്ടുള്ളതാണ്. ആ അങ്കുരിപ്പിച്ച ഭാഷയാണ് പിന്നീട് അവിടുന്ന് സംസാരിക്കുന്നത്. പണ്ട് സംസാരിച്ച ഭൂമികയിലെ ഭാഷയല്ല പിന്നെ അവിടുന്ന് സംസാരിക്കുന്നത്, ഹിബ്രു ഭാഷയാണ്. ഈ ഹിബ്രു ഭാഷ പ്രചാരപ്പെട്ടതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ ജനതയിൽ ഈ ഹിബ്രു ഭാഷ പ്രചാരപ്പെട്ടതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അതേ ഭാഷയിൽ അള്ളാഹുവിൻ്റെ വേദമായ തൗറാത്ത് ഇറങ്ങുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് ഇഞ്ചീൽ ഇറങ്ങുന്നത്. ഇടക്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ എന്ന സങ്കീർത്തനവും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വേദഗ്രന്ഥികൾ 4 വേദഗ്രന്ഥങ്ങളിലെ 3ഉം ഹിബ്രു ഭാഷയിൽ, അതേപോലെ ഹിബ്രു ഭാഷയിലെ ആ അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ സീമന്തപുത്രൻ കനിക്ഷപുത്രൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിസരത്തുള്ള അറബികൾ സംസാരിക്കുന്ന, കുറഞ്ഞവരെ പരിസരത്ത് അറബികളുള്ളൂ, പ്രാചീന അറബ് സംസാരിക്കുന്ന, പ്രാഗ് അറബ് സംസാരിക്കുന്ന ആ ജനതയ്ക്കിടയിൽ ബഹുമാനപ്പെട്ടവർ സംസാരം തുടങ്ങിയപ്പോഴേ
ഖുർആനിൻ്റെ ശുദ്ധ അറബി ഭാഷയാണ്. ശരിക്കും ഫുസഹയായ, ശരിക്കും സാഹിത്യ ഭാഷയായി വിശുദ്ധ അറബിന് എന്താണോ ഉള്ളതെങ്കിൽ ആ അറബ് ഭാഷയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നത്. അവരിലൂടെ 3000-ൽ പരം വർഷക്കാലം ഈ ഭാഷ വികസിക്കുകയും ഈ ഭാഷ വ്യാപിക്കുകയും ഈ ഭാഷ സംസാരിക്കുന്ന ആളുകൾ എമ്പാടും ഉരുകയും അത് ഹിജാസിൻ്റെ മണ്ണിൽ മാത്രമല്ല അറേബ്യൻ സമൂഹങ്ങളും ഗോത്രങ്ങളും നിലനിൽക്കുന്ന ഭൂമികയിലാകമാനം വ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയമാകുമ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിക്കുവാൻ ആ ജനതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഈ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഇസ്മായിൽ ജനതയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നബിയെക്കുറിച്ച് സുവിശേഷം അറിയിച്ചിരിക്കാം. പക്ഷേ ഇസ്മായിൽ നബിക്ക് ശേഷം സഹസ്രാബ്ദങ്ങൾ, 2-3 സഹസ്രാബ്ദങ്ങൾ പിന്നെ ഒരു റസൂലുമില്ലാത്ത തനി ജാഹിലിയത്ത് തന്നെയാണല്ലോ അറബികളെ സംബന്ധിച്ചിടത്തോളം. ലോകത്ത് മൊത്തം നോക്കിയാൽ 6 നൂറ്റാണ്ടാണ് ഏകദേശം ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം റിസാലത്തില്ലാത്ത ജാഹിലിയത്തെങ്കിൽ അറേബ്യൻ സമൂഹത്തിൽ 3000-ൽ പരം വർഷമാണ് ജാഹിലിയത്ത്. ആ ജാഹിലിയത്തിനിടയിൽ ഒരു സുവിശേഷകരെ അവർ കേട്ടിട്ടില്ല. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള സുവിശേഷകരെ, വേദക്കാരെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ വേദക്കാരെ കേട്ടവരിൽ നിന്ന് ആർക്കാണോ അവർ നൽകേണ്ടതെങ്കിൽ അവർക്ക് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തുള്ളവർക്ക് തന്നെ നൽകുന്നു.